ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് തമിഴിൽ നിന്ന് നമുക്കൊരു പുതിയ പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. DC, നമ്മുടെ ലോകേഷ് കനകരാജ് ആദ്യമായി അഭിനയിക്കുന്നത്. അരുൺ മാധേശ്വരൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അരുൺ മാധേശ്വരൻ എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ശേഷം ചെയ്യുന്ന പടം. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു നെടുത്തൂടെന്ന് പറയുന്നത് അനിരുദ്ധാണ്. കാരണം ഈ പടത്തിൻ്റെ ഫുൾ ആൽബം റിലീസ് ചെയ്തു. ഗംഭീര സാധനം. അതെ, മസ്റ്റ് ഹിയർ. അതെ, അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ട് നോക്കൂ. ഭയങ്കര രസമാണ്, വൈബ് സാധനമാണ്. പാട്ടല്ല മെയിൻലി അല്ലേ, ഒരു മ്യൂസിക്കൽ പീസുകളാണ് മൊത്തത്തിൽ. ഒരു നമ്മുടെ സ്കോർ ലൈനാണ് മൊത്തം. നമ്മുടെ ഇത് മൊത്തം കാറി പോകുമ്പോൾ കേൾക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കാറി പോകുമ്പോൾ കേൾക്കാൻ പറ്റിയ സാധനം. അതെ, എടുക്കരുത്. അതെ, പാട്ട് കഴിയുമ്പോൾ നമുക്കൊന്ന് കുറച്ച് സ്പീഡിൽ പോകണം തോന്നും. പക്ഷേ അതെ, ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. സോ നമുക്ക് DC ട്രെയിലർ കാണാം. ഓക്കെ. അരുൺ മാധേശ്വരൻ ഷോട്ടാണ്, വൈറ്റ് ഷോട്ട് അല്ലേ. ഇതൊക്കെ മറ്റേ ഏഷ്യൻ ഫിലിം ഇൻഫ്ലുവൻസുകളാണ്. എന്തത് കപ്പൽ எல்லாம் கேள்விப்பட்டிருப்பீங்கன்னு நினைக்கிறேன். ஒரு பக்கம் நம்ம டிபார்ட்மெண்ட் டிஸ்கலக்டன்ஸை ஒரு டீம் தேடிட்டாங்க. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ കൗണ്ടർ ഷോട്ടും ഇതും. இன்னொரு பக்கம் ஒரு சப் இன்ஸ்பெக்டர் சுத்தியா அடிச்சு അതായത് மர்டர் பண்ணிட்டாங்க. ആളെ മനസ്സിലായില്ല. മാഡ്നസ് മീറ്റ് മാഡ്നസ്. தெரிஞ்சவங்க கிட்ட எல்லாமே சொல்ல முடியாது, தெரியாதவங்க கிட்ட என்ன வேணாலும் சொல்லலாம். எப்படி? என்ன தெரிஞ்சுக்க போறதுங்கிறது தெரியும் தான். താളം ഡ്രോപ്പ്. ഈ ട്രാക്കിനെ വരാണ് താളം ഡ്രോപ്പ്. போலீஸ்காரங்க, ரவுடி, கேங்ஸ்டர்ஸ், எக்ஸ்ட்ரீமிஸ்ட் எல்லாத்துக்கும் இன்னியோட ஒரு முடிவு வச்சிருவோம். പ്രാക്ടിക്കലാന്ന് തോന്നുന്നല്ലോ ആ പൊട്ട്. അതെ, നല്ല ഷോട്ട്. போலீஸ்லயே ஒரு அளவுக்கு வளர்ந்துட்டீங்க. தட்டி கேட்க போலீஸ் வரும். ஆனா அந்த போலீஸ்காரன் தப்பு செஞ்சா யாரையா கேட்கறது? இப்போ கண்ணு முன்னாடி ஆண்டவன் செய்யறேன். നോക്കിയുടെ ഫേവറേറ്റ് സാധനമാണല്ലോ. വളയില്ലാതെ പരിപാടിയില്ല. ഇതിൻ്റെ അതെ ഷോക്ക് ഷിഫ്റ്റ് പരിപാടി. ആ ഷോട്ട് ഉണ്ടോ? കയ്യിൽ തോക്ക്, ഇപ്പുറം റോസ. അതെ, അത് ടീസറിലുണ്ടായിരുന്നു. ഗൺസ് ആൻഡ് റോസ. ടൈമിങ്. ഇത് കോപ്പറേറ്റ് അടിച്ചു പോയത് കേട്ടോ. കോപ്പറേറ്റ് അടിക്കുവേ. ஏன் உயிர் போறதுக்கு முன்னாடி உன் உயிர் போகாது. സാവ് കൺഫേം. രണ്ടുപേരും പോകും, ഒരാളെ പോകത്തുള്ളൂ. അതെ, അതായത് ആക്ച്വലി ഇത് ഈ DC എന്ന് പറയുന്നത് ദേവദാസ് ആൻഡ് ചന്ദ്ര എന്നുള്ളത്. അതായത് നമ്മുടെ ദേവദാസ് എന്നുള്ള കഥയുടെ ഒരു വൈൽഡ് റീ ഇമാജിനേഷനാണ് അതായത് ഇതിൽ ദേവദാസ്, ചന്ദ്ര, പിന്നെ എനിക്ക് തോന്നുന്നു സഞ്ജനയുടെ ക്യാരക്ടറിൻ്റെ പേര് പാർവതി ആയിരിക്കും. ഇവർ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ സഞ്ജനയുടെ ക്യാരക്ടർ ഈ ട്രെയിലറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് വരെ നമ്മുടെ വാമിക ഗംഭി പുള്ളിക്കാരത്തി കഷ്ടപ്പെട്ട് നമ്മൾ പറയുന്നില്ലേ, അത് കുറച്ച് അല്ല, അതെനിക്ക് തോന്നുന്നു പുള്ളിക്കാരുടെ ക്യാരക്ടർ നോർത്ത് ഇന്ത്യൻ ആയിട്ട് തന്നെ ആയിരിക്കും പ്രസന്റ് ചെയ്തത് ആയിരിക്കും. ബട്ട് അത്രയും ഇമോഷണൽ എനിക്ക് എപ്പോഴും ഉള്ളൊരു ഇഷ്യൂ ആണത്. ഏറ്റവും ഇമോഷണൽ. പക്ഷേ ഒരു പരിധി വരെ എനിക്ക് ചിലപ്പോൾ കുറച്ച് ഇമോഷണൽ ആകുമ്പം മലയാളത്തിൽ ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയും. അത് ജീവിതത്തിൽ ഓക്കെ, പക്ഷെ സിനിമയെ കാണുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ എന്തോ ഒരുപാട് എന്താണെന്നറിയത്തില്ല. വാമിക ഇപ്പോൾ ഹിന്ദിക്കാരായിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഹിന്ദിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു രസമായതിനേയും തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലോയിൽ അത് വരുമല്ലോ. ഇപ്പം അവർക്ക് പ്രശ്നമാണ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന അയ്യോ ഇതെന്താ തമിഴ് ഇങ്ങനെ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് മറ്റേ പുള്ളിക്കാരത്തിന്റെ സീനിൽ തമിഴ് വരുമ്പോഴത്തേക്കും സുഖമായി. ആ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ ട്രെയിലറിന്റെ പരിപാടി ഭയങ്കര രസമാണ്. ടീസർ ആണെന്നോട് എനിക്ക് ടീസർ ആയിരുന്നു. ടീസറിനകത്തൊരു ആർക്കുണ്ടായിരുന്നു സംഭവമാണ്. പക്ഷേ ഇതായിരിക്കും പടത്തിന്റെ മൂടെന്ന് എനിക്ക് തോന്നുന്നു. പടത്തിന്റെ മൂടി ഇതായിരിക്കും. നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ, നമ്മൾ റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അതായത് സിനിമ വളരെ വേഗത്തിൽ, അതായത് ഷോർട്സുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഭയങ്കര സ്പീഡിൽ പോകുന്ന ടൈപ്പ് ഓഫ് അങ്ങനെ ഒരു പടം ആയിരിക്കത്തേ ഇല്ല. സോ അതുകൊണ്ട് അങ്ങനത്തെ സിനിമ കാണുന്ന ഓഡിയൻസിന് ഈ സിനിമയിൽ
നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഇതൊരു ലാഗ് പടമായിരിക്കും ഫോർ ഷുവർ. അതെന്താ ഞാൻ പറയാൻ കഴിയുമെന്ന് വെച്ചാൽ, നിങ്ങൾ സിനിമയിലെ വിഷ്വൽ വളരെ വേഗത്തിൽ ഓടിപ്പോകുന്നതാണ്. നമ്മളതിന് പടം കണ്ടു വന്നിട്ട് ലാഗാന്ന് പറയണം. അല്ല, ലാഗ് ഇൻ ദ സെൻസ് കഥ മുമ്പോട്ട് പോകാതെ കുറച്ച് നേരത്തോടെ കിടന്നാൽ നമുക്ക് ലാഗ് അടിക്കും. നമ്മൾ പറയുന്നത് ഈ കഥ മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോകണം. അത് നമ്മളെ പ്രസന്റ് ചെയ്യുന്നത് ഇപ്പം ഇതിനകത്ത് തന്നെ ഒരുപാട് വിഷ്വൽ അതായത് ഇതിലെ എല്ലാ ഷോട്ടിനും ഒരു ഭയങ്കര പർപ്പസ് ഉണ്ടാവും. അതെ. അപ്പൊ അത് നമുക്ക് ഈ ട്രെയിലറിൽ ഓരോ ഷോട്ട് എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റും. ഇതിന്റെ ലെയറിങ്, അതായത് ഈ ആൾക്കാരെ വെച്ചിരിക്കുന്നതും പ്ലേസ് ചെയ്തിരിക്കുന്നതും കമ്പോസിംഗും ബ്ലോക്കിംഗ്. അതായത് ഇവിടുന്ന് കത്തി എടുത്തത് ഇന്ന ക്യാരക്ടർ കാണണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ആ ക്യാരക്ടർ ഫേസ് വെക്കുന്നതിന് വരെ ഇവിടുന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് ആ ക്യാരക്ടർ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു, നമ്മൾ ഇങ്ങനെ എപ്പോഴും വെക്കുന്ന ക്യാമറ, അതിന് പകരം ഇതിന്റെ ഈ കത്തിക്ക് അടിയിൽ നിന്ന് വെച്ചിട്ട് മേളിൽ ആ ക്യാരക്ടറിനെ നിർത്താന്നുള്ള ഡിസിഷൻ, ആ സംഭവമൊക്കെ ഭയങ്കര രസമാണ്. അതാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്ക് ഈ ഫിലിം മേക്കിങ്ങിന്റെ ഇൻട്രസ്റ്റിംഗ് അത് ഈ ഡയറക്ടർ വെക്കുമെന്ന് ഉള്ളത് വേറൊരു ഡയറക്ടർ വെക്കത്തില്ല. ഇപ്പം അവൻ കത്തി എടുത്തത് മറ്റേ കഥാപാത്രം കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഈ കത്തി എടുക്കുന്ന ഷോട്ട്, എന്നിട്ട് അവന്റെ ഒരു ഫേസ് വേണമെങ്കിൽ അത് കാണുന്ന ഒരു ക്യാരക്ടർ ഫേസ്, എന്നിട്ട് തിരിച്ച് അങ്ങനെ. അതാണ് വളരെ ഏറ്റവും സിമ്പിൾ ഫോം എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ഇതൊരു ഷോട്ടിൽ വെക്കുക എന്ന് പറയുന്നതിന് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ ഈ കൈയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പം അവന്റെ കയ്യിൽ ഈ സാധനം എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ഇത് ചന്ദ്രയും ഇവന്റെയും കൈയാണെന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഫേസ് പോലും ചിലപ്പോൾ പടത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും ഇതിനകത്ത് നമ്മൾ ഫേസ് കാണിക്കാതെ തന്നെ അറിയത് ലോകേഷ് ഇവര് ആ സംഭവമില്ല. അങ്ങനെയുള്ള ഇങ്ങനെ നമുക്കിത് പ്ലേസ് ചെയ്യാന്നുള്ളതൊക്കെ ചിന്തിക്കുന്നതാണ് നമ്മൾ ഈ ബ്ലോക്കിംഗ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ സിനിഫൈൽസ് ആയിട്ടുള്ള എല്ലാവരും ഒരു വട്ടം കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയ്ക്കകത്തുനിന്ന് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ കിട്ടും. അതെ, എന്താ സംഭവം എന്ന് വെച്ചാൽ ടേക്ക് അവേസ് ഉണ്ടാവും. എങ്ങനെയാണ് ഇന്ന ഫിലിം മേക്കർ ഇന്ന സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിലിം മേക്കേഴ്സ് ഇത് അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ഈ നമ്മളത് എടുക്കോ ഇല്ലയോ, നമുക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. ഈ അരുൺ മാധേശ്വരന്റെ സിനിമകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി കുറച്ച് ക്ലാസിക് ഫിലിം മേക്കിങ്ങിന്റെ ഒരു ഫാനാണ്. അപ്പൊ അത് പുള്ളിയുടെ സിനിമകളിൽ ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് ഉപയോഗിക്കുന്നതായാലും ഇപ്പൊ കാറ്റ്, തീ, മറ്റേ മഴ തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ ഈ ഏഷ്യൻ ഫിലിം ഇൻഫ്ലുവൻസ് ആണ്. ഏഷ്യൻ സിനിമകളിലാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് അനക്കാത്ത ഫ്രെയിമുകൾ. അതുകൊണ്ട് തന്നെ ഏഷ്യൻ ഹൊറർ പ്രത്യേകിച്ച് കാണുവാണെങ്കിൽ ഒരു ഫ്രെയിമിൽ നമ്മളെ നിർത്തും. അപ്പോൾ ഈ പ്രശ്നം അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. ഈ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരു ജംസ്കെയർ കണ്ടിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ രക്ഷപ്പെട്ടു, ആ ഫ്രെയിമിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളത് ഒബ്സഷൻ കണ്ടപ്പോൾ ഉള്ള സംഭവം പോലെ നമുക്ക് അവിടെ നിന്ന് നമ്മളും ലോക്ക്ഡ് ഇൻ ആണ്. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ അനക്കം വന്നാൽ പോലും എഴുന്നേക്ക് ഷോർട്ടായിട്ട് എനിക്ക് ആ സാധനം വരും, നമ്മളെ അവിടെ നിർത്തും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്രെയിമിനകത്തെ എലമെന്റ്സിനാണ് മൂവ്മെന്റ്സ് വരുന്നത്. ഈ ക്യാമറ അല്ല ഇങ്ങനെ അനങ്ങുന്നത്. അതിനുവേണ്ടി പണ്ട് ഇപ്പോൾ ജാപ്പനീസ് പഴയ പടങ്ങൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഈ കുറസോവ പടങ്ങളിലൊക്കെ ഉണ്ട്. ബേസിക്കലി പുള്ളിയുടെ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ഈ കുറസോവ സിനിമകളിൽ ഭയങ്കര, അതായത് ഈ കാറ്റ്, മഴ, തീയൊക്കെ, ക്യാപ്റ്റൻ മില്ലറിന്റെ ക്ലൈമാക്സിലോ മറ്റേ സീക്വൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അല്ല ഇമോഷണൽ സീനിൽ പോലും മരിക്കുന്ന ഒരു സീക്വൻസിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഈ ആ സംഭവങ്ങളൊക്കെ നമ്മൾ നായകനിലും ഒക്കെ അങ്ങനത്തെ അതുകൊണ്ട് അത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇപ്പം ഇതേ മാത്രമല്ല ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള മിക്കവരും മണിരത്ന സിനിമകളിലൊക്കെ നമ്മൾ നോക്കി അത് കാണാൻ പറ്റും ഭയങ്കരമായിട്ട്. അതെ, അപ്പം നമ്മൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ മൂവ്മെന്റ് സീനിനകത്തെ മൂവ്മെന്റ്, അതായത് ഇവരെ സംബന്ധിച്ചോളം ഒന്നുകിൽ ക്യാമറ മൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ക്യാമറയ്ക്കകത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റ് മൂവ് ചെയ്യണം. ഈവൻ ഇഫ് ആർട്ടിസ്റ്റും ക്യാമറയെ മൂവ് ചെയ്തില്ലെങ്കിൽ സറൗണ്ടിങ്സിൽ മൂവ്മെന്റ്സ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ആർട്ടിസ്റ്റിനെ മൂവിക്കുന്നതിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അഗ്രഗണ്യനാണ് സ്പീൽബർഗ്. അതായത് ഒരൊറ്റ ഷോട്ടിൽ നമുക്ക് ഒരു കവറേജ് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന ഒരു പണ്ട് ഈ നാടകം നമ്മൾ എപ്പോഴാണ് ഈ സ്റ്റേജിങ് എന്ന് പറയുന്ന, അതെ, ഒരു മൈക്ക് തൂങ്ങി ഒന്നോ രണ്ടോ മൈക്ക് തൂക്കിയിട്ടിട്ട് ഈ ഓരോ ക്യാരക്ടേഴ്സ് മാറി വന്ന് മൈക്കിൽ ഈ ഡയലോഗ് പറഞ്ഞിട്ട് തിരിച്ചു പോയി അങ്ങനെ. അപ്പൊ അതിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അവർക്ക് ഈ ക്യാരക്ടർ ഇവിടെ വരുന്നു, അപ്പോൾ ഈ ക്യാരക്ടർ ഇമോഷനാണ് ഇനി പറയേണ്ടത്. അപ്പം ഈ ക്യാരക്ടർ അപ്പം തന്നെ ഇത് ഡയലോഗ് പറഞ്ഞിട്ട് ഈ ക്യാരക്ടർ പുറമോട്ട് പോകുമ്പോഴത്തേക്കും ഈ ക്യാരക്ടർ വന്നിട്ട് ഈ സാധനം പറയാം. അപ്പം ഏറ്റവും പുറകിലിരിക്കുന്ന ക്യാരക്ടർ അടുത്ത ഡയലോഗ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പയ്യെ അതിന് ഈ നടക്കുമ്പോഴത്തേക്കും ആ സാധനം ഇരുന്ന് ഈ ഒരു റെസ്ട്രിക്ഷൻ കാരണമാണ് ആ സംഭവം ഉണ്ടാകുന്നത് സ്റ്റേജിൽ. എന്ന് പറയുന്ന പോലെ ക്യാമറയാണ് ഇവിടെ ലോക്ക്ഡ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്യാമറയ്ക്കകത്ത് ഓരോരുത്തർ വന്ന് അങ്ങനെ സ്റ്റേജിങ്ങും ബ്ലോക്കിങ്ങും ചെയ്യുന്നത് ഭയങ്കര രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. പക്ഷെ ഇപ്പം നമ്മൾ എങ്ങനെ വേണേൽ കട്ട് ചെയ്യാനോ എങ്ങനെ വേണേൽ ബ്രേക്ക് ചെയ്യാനോ കൊണ്ടുണ്ട് അത്രയും ഫ്ലെയർ ഇപ്പൊ കാണുന്നില്ല. ഓരോരുത്തരുടെ ഡയലോഗിനും കട്ട് മേക്കിംഗ് വൈസ് അത് കുറച്ചധികം സമയം ടൈം കൺസ്യൂമിങ്. അതുപോലെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഈ
ഈ അവരുടെ പ്ലേസും കാര്യങ്ങളും കറക്റ്റ് പോയിൻ്റൊക്കെ നോക്കി ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ആരും അധികം ഫോളോ ചെയ്യാതെന്ന് തോന്നുന്നു. അതെ, ഈ സ്റ്റേജിങ്ങും ബ്ലോക്കിങ്ങും അരുൺ മാത്തീശ്വരൻ പടങ്ങളിൽ ഈ ഈസ്റ്റേൺ ഇൻഫ്ലുവൻസസ് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഈ സിനിമയുടെ വേർഡിക്റ്റ് എന്താവുമെന്നുള്ളതിനെ പറ്റി എന്നെ സംബന്ധിച്ചാൽ ഞാൻ ബോധമല്ല. ഞാൻ ഈ സിനിമ കാണാൻ റെഡിയാണ്. ഈ സിനിമയ്ക്കകത്തുനിന്ന് എനിക്കിഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ നടക്കുമെന്നറിയാം. ബട്ട് അതുകൊണ്ട് തന്നെ ചിലപ്പം അതിൽ ഞാൻ ചിലപ്പോൾ ഹാപ്പി ആയിട്ടങ്ങ് പോകും. പിന്നെ ഒരു സർപ്രൈസ് എലമെന്റ് നമ്മുടെ ലോക്കിയണ്ണൻ്റെ ആക്ടിങ്. അതെ, അതായത് പുള്ളി ഇപ്പം നമ്മൾ ഈ ട്രെയിലർ തന്നെ കണ്ടാൽ പുള്ളി ഭയങ്കര കംഫർട്ടബിളാണ് ഈ പരിപാടി ചെയ്യാൻ തോന്നുന്നു. അതായത് ഇത് ആദ്യമായിട്ടാണോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നില്ല. പക്ഷെ പുള്ളി പണ്ട് മറ്റേ ശ്രുതിഹാസനായിട്ടൊരു മ്യൂസിക്കിൽ അഭിനയിച്ചത് തന്നെ പുള്ളി ഒട്ടും കംഫർട്ടബിൾ അല്ല അത് ചെയ്യുമ്പോൾ. പുള്ളിക്ക് ഭയങ്കര ഒരു ഇൻഹിബിഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ബട്ട് ഇവിടെ പുള്ളി ഇത് ഞാൻ തന്നെ ഇത് എൻ്റെ പരിപാടിയാണ് എന്ന് പുള്ളിക്ക് നല്ല, കാരണം പുള്ളിക്കും ഈ ഒരു പുള്ളിയുടെ പടത്തിലെ ക്യാരക്ടേഴ്സും ഇതുപോലെ കുറച്ച് റഫ് ആൻഡ് അത് വിഷയമല്ല. പക്ഷേ കോട്ടിട്ട് റൊമാൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഞാൻ ഓക്കെ ആണെന്ന് പറയുന്ന പോലെ. സോ അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു മസ്റ്റ് വാച്ച്. ഈ വീക്കാണ് 7-ാം തീയതി റിലീസാണ് പടം. സോ FDFS ഡെഫിനറ്റ്ലി കാണും ഞാൻ. ഫസ്റ്റ് പ്രിഫറൻസ് DC ക്കാണ്.